നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ SITക്ക് കഴിയില്ല. SITക്ക് പരിമിതികളേറെയാണ്. കയ്യും കാലും കെട്ടിയിട്ട് അന്വേഷിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നിലവിൽ മുന്നോട്ട് നീങ്ങുന്നത്. ഈ ആരോപണം ശരിവെക്കുന്നു കേന്ദ്രം. തെളിവുകൾ നശിപ്പിക്കുന്നതടക്കമുള്ള നീക്കങ്ങൾ ഇതിനിടയിൽ ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവടക്കം പുറത്തു വരുന്നു. SITയെ ഒരു തരത്തിലും വിശ്വസിക്കാതെ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് നീങ്ങുന്നു. IBയുടെ ആ ശുപാർശ അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം തന്നെയാണ് അതിനുള്ള ഏക പോംവഴിയെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ശുപാർശ. സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിന് നൽകിയെന്നാണ് നിലവിൽ ഒരു മാധ്യമ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം കാര്യക്ഷമമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഹൈക്കോടതി വേണ്ട ഇടവേളകൾ നടത്തുന്നത് കൊണ്ട് അന്വേഷണ സംഘത്തെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയാണുള്ളത്. അതിനുള്ള കാരണവും വളരെ വ്യക്തമാണ്. അന്വേഷണം എങ്ങോട്ടേക്ക് പോകുന്നു, ഏത് ഉന്നതരിലേക്ക് എത്തുന്നു, ആരൊക്കെയാണ് ഇതിൽ സംശയ നിഴലിലുള്ളത്, അതൊക്കെ തന്നെയാണ് ഇതിനുള്ള ഉത്തരവും. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം നടന്നാൽ മാത്രമേ ഈ അന്വേഷണത്തെ കൂടുതൽ വിപുലപ്പെടുത്താനായി സാധിക്കൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം ഇത് കേരളത്തിനകത്ത് മാത്രം നടന്നിരിക്കുന്ന ഒരു വിഷയമല്ല, കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതയടക്കം നിലനിൽക്കുന്നു. അതുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കേസിന് അന്തർദേശീയവും അന്തർ സംസ്ഥാന ബന്ധവും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിൽ CBI അന്വേഷണത്തെ ആവശ്യപ്പെടുന്നത്. കേവലം ഒരു DYSPക്കോ SPക്കോ അന്വേഷിച്ച് ചെല്ലാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കാണ് ഈ വമ്പന്മാരൊക്കെ തന്നെ ഒളിഞ്ഞിരിക്കുന്നത്. ഇനിയും കാണാമറയത്ത് നിരവധി നിഗൂഢതകളുണ്ട്, നിരവധി പ്രതികളുണ്ട്. അവരെയൊക്കെ തന്നെ പിടികൂടണമെങ്കിൽ അതിനാവശ്യമായി CBI അന്വേഷണം തന്നെ വേണം. ED അന്വേഷണവും സമാന്തരമായി വേണമെന്ന് IB തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. മറുഭാഗത്ത് ED മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാണ്. എന്നാൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാടിൽ ഉറച്ച സർക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ, തീരുമാനമെടുക്കുമ്പോൾ അതിനെ ഒരു വിഭാഗം വിമർശന വിധേയമാക്കുന്നുണ്ട്. കാരണം CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത് ഉന്നതരായിട്ടുള്ള പലരും, എന്തിനേറെ പറയുന്നു ഇന്നത്തെ മന്ത്രിസഭയിലേക്ക് അടക്കം ആ അന്വേഷണം എത്തിച്ചേരുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. അതാണ് ഇവരെ അലട്ടുന്നത് എന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. CBI അന്വേഷണം വേണ്ടെന്നാണ് SITയുടെ നിലപാട്. അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഇതിൽ നിർണായകമായ ചില അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഈ കേസ് ഇതിനോടകം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് SIT പറയുമ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എവിടെയാണ് തെളിവുകൾ? എവിടെയാണ് മോഷണം പോയി അപഹരിക്കപ്പെട്ടു എന്ന് പറയുന്ന തൊണ്ടി മുതൽ? ഇതുവരെയും അത് കണ്ടെത്താനോ വീണ്ടെടുക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ SITയുടെ അന്വേഷണം നിന്ന നിൽപ്പിൽ കറങ്ങുന്നത് പോലെ തന്നെയാണ്. തുടങ്ങിയത് എവിടെയോ അവിടെ തന്നെ അവസാനിക്കുന്ന മട്ടിലാണ്. പ്രതികളെ ഇത്രയും ദിവസം കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്യാനായി സാധിച്ചു എന്നതല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ഈ കേസ് നിലനിൽക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യം ഏറെ പ്രസക്തമാണ്. അന്വേഷണം സമഗ്രമെന്നും കേസിൽ രാജ്യാന്തര ബന്ധത്തിന് തെളിവില്ലെന്നുമുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുകയാണ് ഈ നിലവിൽ SITയുടെ അടുത്ത നീക്കം എന്ന് പറയേണ്ടത്. കേസിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് ഹൈക്കോടതി ആശങ്ക പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് IB പ്രാഥമിക വിവരശേഖരണത്തിനായി തയ്യാറെടുത്തത്. കേസിന്റെ വിവരങ്ങൾ കൈമാറണമെന്ന ഉത്തരവാകട്ടെ ED കോടതിയിലൂടെ ഇടപെട്ട് അത് സമ്പാദിച്ചു കഴിഞ്ഞു. ഒരു കാരണവശാലും EDക്ക് കൈമാറില്ല എന്ന് സംസ്ഥാന സർക്കാരും SITയും നിലപാടെടുത്തെങ്കിൽ പോലും കോടതി അതിനെ തള്ളിക്കളയുകയായിരുന്നു. ഫയലുകളിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ED കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കേസിൽ സംശയനിഴലിലുള്ള മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ അടക്കം വിദേശ യാത്രകൾ, അദ്ദേഹം എവിടെയൊക്കെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്, എന്തിനായിരുന്നു ആ യാത്രകൾ, അതിൽ ആരെയൊക്കെ കണ്ടു, അങ്ങനെയുള്ള നിരവധി വിവരം ഇതിനോടൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ച് കഴിഞ്ഞു. കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് കടക്കുമോ എന്ന സംശയമാണ് പലരും ഇതിനോടകം ചോദിക്കുന്നത്. കാരണം 100ഓളം ചോദ്യങ്ങളായി 3 മണിക്കൂർ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാകട്ടെ ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. അതിൽ വ്യക്തത വരുത്താനായി പോറ്റിയെ കണ്ട് സംസാരിച്ച് പോറ്റിയിൽ നിന്നും കൂടുതൽ മൊഴി രേഖപ്പെടുത്തി കടകംപള്ളിയെ വീണ്ടും വിളിച്ചു വരുത്തുമെന്നാണ് സൂചന ലഭിക്കുന്നത്. കേസിന് എന്തായിരുന്നാലും ഒരു അന്തർദേശീയ മാനം കിട്ടിയ സാഹചര്യത്തിൽ മുൻ മന്ത്രി അടക്കം ഇതിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ CBIക്ക് കൈമാറുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ള ഭയപ്പാട് തന്നെയാണ് കേരള സർക്കാരിനുമുള്ളത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിച്ചു, ഇനി കസ്റ്റഡി ആവശ്യമില്ല എന്നാണ് വാസു കോടതിയെ അറിയിച്ചത്.
നേരത്തെ ഹൈക്കോടതിയിൽ നടക്കം വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മേൽക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വാസു സുപ്രീം കോടതിയിലെത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് തനിക്ക് അറിയാവുന്ന വിധത്തിൽ വ്യക്തമായ ഉത്തരം താൻ നൽകി. പ്രായവും ആരോഗ്യാവസ്ഥയും പരിഗണിക്കണമെന്ന അഭ്യർത്ഥന കൂടിയാണ് വാസു ഈ ജാമ്യ ഹർജിയിലൂടെ പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റും എന്ന നിലയിൽ ബോർഡ് എടുത്ത തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കുക എന്നത് മാത്രമായിരുന്നു തന്റെ ദൗത്യം. അത് താൻ ചെയ്തു, അതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഹർജിയിലൂടെ പറയുന്നത്. ജാമ്യ ഹർജി അടിയന്തരമായി തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് വാസുവിന്റെ അഭിഭാഷകനും ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് സമാനതകളില്ലാത്ത ഒരു പകൽ കൊള്ളയായിരുന്നു ശബരിമലയിൽ സംഭവിച്ചത്. ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുകളിലെ സർവ്വ പൂജകളും നടത്തി പ്രതിഷ്ഠ പോലെ പവിത്രമായി സ്ഥാപിച്ച താഴികക്കുടങ്ങൾ ഇളക്കിയെടുത്ത് പമ്പ വരെ കൊണ്ടുപോയി എന്നാണ് SITക്ക് ഇപ്പോൾ വിവരം കിട്ടിയത്. അറ്റകുറ്റപ്പണി ചെയ്ത് മിനുസപ്പെടുത്താനെന്ന പേരിലായിരുന്നു ഈ കൊള്ള അവർ അവിടെ നടത്തിയത്. ശ്രീകോവിലിന് മുകളിലെ 3 താഴികക്കുടങ്ങൾ, കന്നിമൂല ഗണപതി, നാഗരാജാവ്, ഉപക്ഷേത്രങ്ങളുടെ താഴികക്കുടം, ശ്രീകോവിലിന്റെ വാതിൽ, വശങ്ങളിലെ ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലും മല്ലിയുടെ സ്വർണം തന്നെയാണ് പാളികളാക്കി പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്. ശ്രീകോവിലിന്റെ മേൽക്കൂര, ഇരുവശത്തെയും ഭിത്തികൾ എന്നിവിടങ്ങളിൽ അയ്യപ്പ ചരിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണപ്പാളികളും മല്ലി പൊതിഞ്ഞിരുന്നു. ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ ശൈവ വൈഷ്ണവ രൂപങ്ങളടക്കം ശ്രീത്വം തുളുമ്പുന്ന അമൂല്യമായ ചെറുവിഗ്രഹങ്ങളും അതുപോലെ ഉപദേവതാലയങ്ങളിലെ സ്വർണവും കടത്തിയെന്നാണ് ഇപ്പോൾ SITയുടെ സംശയം. ഇത് ചെറിയൊരു കേസിൽ നിൽക്കുന്നതല്ല. വമ്പൻ മീനുകൾ, വമ്പൻ കൊള്ളയാണ് ഇതിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്നത്. ശ്രീകോവിലിൽ കൂടുതൽ കൊള്ള നടന്നിട്ടുണ്ടോ എന്ന സംശയം ഇതിനോടകം തന്നെ SITക്ക് ഉണ്ടായിരിക്കുന്നു. അറ്റകുറ്റപ്പണി ചെയ്ത് മിനുസപ്പെടുത്താനെന്ന പേരിലാണ് ഈ പണിയൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. 1998 വ്യവസായിയായ വിജയ് മല്യ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ് പ്രഭാവലയങ്ങൾ അടങ്ങിയ പാളികൾ തങ്കം പൊതിഞ്ഞ് നൽകിയത്. ദശാവതാരങ്ങളും രാശിചിഹ്നങ്ങളും പ്രഭാമണ്ഡലവുമുള്ള ടൺ കണക്കിന് തൂക്കമുള്ള പാളികളിൽ നിന്നും സ്വർണം മാത്രമായി വേർതിരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഉയരുന്നത്. 2 കിലോ സ്വർണം കൊള്ളയടിച്ചെന്നാണ് SIT തുടക്കം മുതൽ പറയുന്നത്. പ്രഭാമണ്ഡലത്തിലെ കൊള്ള കൂടിയാകുമ്പോൾ അതിൻ്റെ വ്യാപ്തി ഇനിയും ഉയരും. അക്കാര്യത്തിൽ സംശയമില്ല. സ്വർണ്ണപ്പാളികൾ കടലാസിനേക്കാൾ കട്ടി കുറച്ച് മെർക്കുറി ഉപയോഗിച്ച് ചെമ്പുപാളികളിൽ ഒട്ടിച്ചാണ് ഈ സ്വർണം പൊതിഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു കഥ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയം അടക്കം ഉയരുന്നു. 42 കിലോ പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് രാസമിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് സ്വർണം വേർതിരിച്ച് കട്ടയാക്കിയെന്നാണ് SIT കോടതിയിൽ പറയുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങളാണ് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇതിലൊക്കെ തന്നെ എത്രത്തോളം തങ്കം ഉണ്ടായിരുന്നു എന്നതിന് ഇപ്പോഴും വ്യക്തമായൊരു കണക്കില്ല. ഈ കണക്കുണ്ടായിരുന്ന തിരുവാഭരണം രജിസ്റ്റർ ആകട്ടെ നശിപ്പിക്കപ്പെട്ടു. അതല്ലെങ്കിൽ നശിപ്പിച്ചു ഈ പ്രതികൾ. വിജയ് മല്യ ശ്രീകോവിലിൽ പതിപ്പിച്ച 30.3 കിലോഗ്രാം സ്വർണ്ണപ്പാളികളിൽ ഇനി എത്ര ബാക്കിയുണ്ട് എന്ന് മാത്രമാണ് ഉത്തരം കിട്ടേണ്ടത്. ശ്രീകോവിൽ വാതിലിലെ കട്ടിളയിൽ ഘടിപ്പിച്ച ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികൾ, രാശിചിഹ്നങ്ങളുള്ള 2 പാളികൾ, കട്ടിളയുടെ മുകൾപ്പടിയിലെ പാളി എന്നിവയ്ക്ക് പുറമെയാണ് പ്രഭാമണ്ഡലത്തിലെ 7 പാളികളും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കും മുൻപ് തന്നെ പലപ്പോഴായി ഇതൊക്കെ മിനുക്കിയിട്ടുമുണ്ടായിരുന്നു. ശ്രീകോവിലിൽ മുൻപുണ്ടായിരുന്ന ചെമ്പ് തകിടുകളും മേൽക്കൂരയിലെ പലകയും നീക്കിയ ശേഷം പുതിയ തേക്ക് പലക ഉറപ്പിച്ച് അതിനു മുകളിൽ പുതിയ ചെമ്പുപാളി തറച്ച ശേഷമായിരുന്നു ഈ സ്വർണം പൊതിഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.